എൻ്റെ പേര് ഫാദർ ആൻ്റണി വെള്ളാപ്പള്ളിയിൽ നിന്നാണ്. ഞാൻ തേജു പള്ളിയിൽ അസിസ്റ്റൻ്റായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. FMA എന്നറിയപ്പെടുന്ന സലേഷ്യൻ സിസ്റ്റേഴ്സ് ഡോൺ ബോസ്കോ, അതായത് ഡോൺ ബോസ്കോയുടെ സലേഷ്യൻ സിസ്റ്റേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന സന്യാസിനി സമൂഹമാണ്. ഇവിടുന്ന് 10 കിലോമീറ്റർ അകലെയുള്ള ലോലിയാങ് എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. അവിടെ അവർ സ്കൂളിൽ നടത്തുന്നു. ഏകദേശം 300-ലധികം കുഞ്ഞുങ്ങളുണ്ട്. ഒരു ഉൾവനത്തിലാണ് അവർ പ്രധാനമായിട്ടും അവർ ജോലി ചെയ്യുന്നതും ശുശ്രൂഷ ചെയ്യുന്നതും എല്ലാം. ഇവരെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇവരിന്ന് മിഷൻ സൺഡേ ആയതുകൊണ്ട് ഇവരിന്ന് ഇവിടെ വന്നതാണ്. Today being the Mission Sunday, Holy Father Pope Leo XIV declaring Sister Maria Tronchetti to be a saint, and we are grateful to God for choosing her to be a missionary and sending her to work in a place where like God forsaken place. And now today as we celebrating, we really thank God, thank Paris Priest for giving us this opportunity to come and celebrate in Teju, Paris. സഭയിലെ സഭയിൽപ്പെട്ട സിസ്റ്റർ മരിയ എന്ന് വിളിക്കപ്പെടുന്ന സിസ്റ്ററിൻ്റെ നാമകരണ നടപടി പൂർത്തിയായി. ഒരു വിശുദ്ധയായിട്ട് പോപ്പ് ലിയോ 14 മാർപ്പാപ്പ ഇന്നേ ദിവസം വത്തിക്കാനിൽ ഔദ്യോഗികമായിട്ട് മറ്റ് 6 പേരോടൊപ്പം നാമകരണം ചെയ്യുന്ന ഒരു വേളയിലാണ് ഇവരിവിടെ എത്തിയിരിക്കുന്നത്. ഇന്ന് ഇവിടെ പ്രധാനമായിട്ടൊരു മിഷൻ സൺഡേയോടൊപ്പം തന്നെ പ്രധാനമായിട്ട് നന്ദി സൂചകമായൊരു ബലിയർപ്പണം കൂടിയാണ് ഇവിടെ ഞങ്ങൾ നടത്തിയത്. സിസ്റ്റർ മരിയ 1886 ജനിച്ചതാണ്. ഫെബ്രുവരി മാസമാണ് ജനിച്ചത്. സിസ്റ്ററിന് നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഒരു ഭക്തരായ മാതാപിതാക്കളായിരുന്നു, വിശ്വാസമുള്ള മാതാപിതാക്കളായിരുന്നു. എല്ലാ കാര്യങ്ങളോടും നല്ല ഭക്തിയും അതുപോലെ തന്നെ ആ സഭയോടുമുള്ള വിശ്വസ്തതയും അനുസരണയും എല്ലാം അവർ പ്രകടിപ്പിച്ചിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഒരു സിസ്റ്റർ ആകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, വിശുദ്ധിയാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഡോൺ ബോസ്കോയുടെ മേരി ഹെൽപ്പ് ക്രിസ്ത്യൻസ്, അതായത് ക്രിസ്ത്യാനി സഹായമായ അമ്മ അപ്പം ആ അമ്മയുടെ സന്യാസ സലേഷ്യ സിസ്റ്റേഴ്സിൻ്റെ അറിയപ്പെടുന്ന സന്യാസ സമൂഹത്തിൽ ചേർന്നു. ഇവിടെ സ്ഥാപക വിശുദ്ധിയാണ്. ഈ സിസ്റ്റർ എക്കഡോറിലോട്ടാണ് പോയത്. എക്കഡോറിൽ പോയി അവിടെ ശുശ്രൂഷ ചെയ്ത് 10-23 കൊല്ലത്തോടെ ശുശ്രൂഷ ചെയ്തു. സിസ്റ്റർ അവിടെ വെച്ച് ഒരു വിമാന അപകടത്തിലാണ് മരിച്ചത്. അല്ലെ, ഹൃദയഭേദമായൊരു കാര്യമായിരുന്നു. എങ്കിൽ തന്നെയും ആ സിസ്റ്റർ ജീവിച്ചിരുന്നപ്പോൾ തന്നെ നല്ലൊരു വിശുദ്ധ നാമധേയത്തിലാണ് അറിയപ്പെട്ടിരുന്നതും. അതുപോലെ തന്നെ അവിടെ യുദ്ധം നടന്ന സമയമായിരുന്നു. ധാരാളം പട്ടാളക്കാർ മുറിവേറ്റിരുന്നു. ഒരുപാട് മുറിവേറ്റവരെ ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയൊക്കെ ചെയ്ത് നേഴ്സായിട്ടൊക്കെ പരിചരിച്ചു. അങ്ങനെ ആ സ്ഥലത്ത് ഇക്വഡോറിൽ വളരെ അധികം ആ കാലഘട്ടത്തിൽ ആരും കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ ഈ സിസ്റ്റർ കടന്നു ചെന്ന് അവിടെ ഇറങ്ങിച്ചെന്ന് അവിടെ വേണ്ട ശുശ്രൂഷകളും സേവനങ്ങളും എല്ലാം ചെയ്തു. അങ്ങനെ സിസ്റ്റർ മരിച്ചു. ഇതിനകത്തൊരു കാര്യം പറയുന്നത്, ഈ സിസ്റ്റർ മരിച്ചിട്ട് എനിക്കൊന്ന് 60 കൊല്ലമായിട്ടുള്ളൂ. ആ 60 കൊല്ലത്തിനിടയ്ക്ക് തന്നെ വിശുദ്ധ എന്ന നാമകരണം ചെയ്യപ്പെടാനായിട്ട് ദൈവം ഇടയാക്കി. ധാരാളം അത്ഭുതങ്ങൾ നടക്കുകയുണ്ടായി. നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ അൽഫോൺസാമയാണെങ്കിൽ തന്നെയും മരണശേഷം അല്ലെങ്കിൽ ഒരു 100 കൊല്ലത്തിനിടയ്ക്ക് 100 കൊല്ലം തികയുന്നതിന് മുമ്പാണ് അൽഫോൺസാമ വിശുദ്ധ എന്ന ഗണത്തായിട്ട് ചേർക്കപ്പെട്ടത്. അതേസമയം ഈ സിസ്റ്റർ ഏകദേശം മരിച്ചു കഴിഞ്ഞ് ഏകദേശം ഒരു 60 കൊല്ലത്തിനുള്ളിൽ തന്നെ വിശുദ്ധയുടെ നാമകരണത്തിൽ ഇന്ന് ചേർക്കപ്പെടുകയുണ്ടായി. നമ്മൾ മലയാളിയെ സംബന്ധിച്ച് ഒട്ടും തന്നെ പരിചയമില്ല. പക്ഷേ ഇവിടെ ശുശ്രൂഷ മേഖലകളെല്ലാം പരിശുദ്ധ അമ്മയുടെ അത്യധികമായ ഒരു ഭക്തിയുണ്ട്, ദൈവികാന്യ ഭക്തിയുണ്ട്. വസപിതാവിനോട് പരിശുദ്ധ അമ്മയുടെ ഭക്തിയുള്ള ഒരു സന്യാസിനി സമൂഹമാണ്. ആ സന്യാസ സമൂഹം ആ ഭക്തിയിൽ വളരെയും മറ്റുള്ളവരെ വളർത്തുകയും പരിശീലിപ്പിക്കുകയും എല്ലാം ചെയ്തു. അപ്പം അതുകൊണ്ട് വളരെ അത്യധികം സന്തോഷത്തോടെയാണ് അവരിവിടെ എത്തിച്ചേർന്നത്. അപ്പം ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു.